എടോ താൻ ഇങ്ങനെ മുഖം വീർപ്പിക്കണ്ട. വക്കീല് പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം തന്നെ വന്നൊന്ന് അറിയിക്കണമെന്ന് തോന്നി. ഫോണിൽ പറഞ്ഞ അതിന്റെ സീരിയസ്നെസ് തനിക്ക് മനസ്സിലാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ നേരിട്ടൊന്ന് പറയാമെന്ന് കരുതിയത്. അത് എത്ര വലിയ തെറ്റാണെന്ന് തോന്നുവാണേലേ ഇനി ഞാനത് ആവർത്തിക്കില്ല. എന്താ ഭാഗ്യക്കുറി താനിങ്ങനെ മസിൽ പിടിക്കാതെ എന്തെങ്കിലും ഇയാളൊന്ന് പറ. ഞാൻ എന്ത് പറയാനാ ശങ്കർ? അംബിക എന്റെ ചേച്ചിയും കൂട്ടി വക്കീലിനെ കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ചേച്ചിക്ക് എങ്ങനെ പുത്തെഴുത്തുകാരുമായി ബന്ധമുണ്ടായിന്ന. അംബിക എന്റെക്ക് ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയേയില്ല. സുരേന്ദ്രൻ അങ്കിൾ കേസ് നടത്താൻ എന്നെ നിർബന്ധിച്ചതിനും സഹായിച്ചതിനൊക്കെ ഒരുപാട് എതിർക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത ആളാ ആന്റി. ആ ആള് തന്നെ ചേച്ചിയും കൂട്ടി വക്കീലിനെ കാണാൻ പോയിന്ന് വെച്ചാ അതിന്റെ പിന്നില് ഞാൻ നോക്കിയിട്ട് ഒറ്റ റീസണേ കാണുന്നുള്ളൂ. തന്റെ അച്ഛന്റെ സ്വത്തുക്കളൊക്കെ നിങ്ങൾ മക്കൾക്ക് തിരിച്ചുവിട്ടുന്നായപ്പോ അത് കൈക്കലക്കം പൂക്കാടൻ പൗലോസ് ഈ പറഞ്ഞ പുത്തെഴുത്ത് പൂതനെ ഇറക്കി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് താനും. നിങ്ങൾ ചേച്ചി അനിയത്തി ഒരുമിച്ച് നിന്ന മേനോൻ സാറിന്റെ സ്വത്ത് തിരികെ കിട്ടുന്നത് വഴി തങ്ങൾക്ക് ഭീഷണി ആയേക്കുമോ എന്ന് പൂക്കാടനും മക്കൾക്ക് നല്ല ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ പൗലോസ് മുതലാളി ഇയാളുടെ മറ്റൊരു ശത്രുവായ പുത്തെഴുത്ത് അംബികയെ ചെന്ന് കാണുന്നു. താൻ പറഞ്ഞ ഗായത്രി അനുസരിക്കില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാവും പൗലോസ് ചിലപ്പോ അങ്ങനത്തെ ഒരു അതിബുദ്ധി കാണിക്കുന്നതെങ്കിലോ. അംബിക ആന്റിയെ കൊണ്ട് അയാൾക്ക് എന്ത് നേട്ടം ശങ്കർ? ഇതങ്ങനൊന്നും ആവില്ല. വക്കീല് സുരേന്ദ്രൻ അങ്കിളിനെ കണ്ടപ്പോ കേസിന്റെ വിധി വന്ന കാര്യമല്ലെന്നും പറഞ്ഞിട്ടുണ്ടാവും. അങ്കിളിൽ നിന്നും അതറിഞ്ഞ ആ സ്ത്രീ ചേച്ചിയെ തേടി പിടിച്ചിട്ടുണ്ടാവും. അവര് ചെയ്ത ദുഷ്ടത്തരങ്ങളൊന്നും ചേച്ചിക്ക് അറിയില്ലല്ലോ. ചെന്ന് കണ്ട് 2 ചക്രവർത്തമാനം പറഞ്ഞപ്പോ ചേച്ചി അവരുടെ വലയിൽ വീണിട്ടുമുണ്ട്. സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചു മാറ്റാനുള്ള ശ്രമമാണെന്ന് ധരിപ്പിച്ചാൽ മതിയല്ലോ. എന്നോടുള്ള ദേഷ്യത്തിന് അംബിക ആന്റി പറയുന്നതാണ് സത്യമെന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും. സംഗതി എന്താണെങ്കിലും താൻ ഒരു വീട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത് ഭാഗ്യക്കുറി. ഇല്ലാത്ത കാശ് സമയമൊക്കെ കണ്ടെത്തി എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ ഇതുവരെ കൊണ്ടെത്തിച്ചെന്ന് തനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ചേച്ചിയോട് തനിക്കുള്ള സെന്റിമെന്റ്സ് മുതലാക്കി അതെല്ലാം ഗായത്രി വഴി സ്വന്തമാക്കാനുള്ള നീക്കമായിരിക്കാം അവരുടേതെന്നുള്ള കാര്യം ഉറപ്പാ. താൻ ഒരിക്കലും ആ ട്രാപ്പിൽ വീഴരുത്. ഇനി അഥവാ തന്റെ ചേച്ചി അവരോടൊപ്പം നിന്ന് തനിക്കെതിരെ നീങ്ങാനുള്ള ശ്രമമാണെങ്കിൽ താൻ തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഈക്വൽ ഷെയർ എന്നതിനപ്പുറമുള്ള ഒരു കോംപ്രമൈസിന് ഇയാൾ തയ്യാറാവരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്ന് കണ്ട അവരിങ്ങ് താഴെ ഇറങ്ങി വരും. എടോ താനെന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? തന്റെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ ഞാനിങ്ങനെ ഓരോ കാര്യം പിന്നാലെ നടന്ന് ചെവിയിൽ ഒതുക്കി തരുന്നത്. പണ്ടത്തെ പോലെ ഇപ്പൊ എപ്പോഴെപ്പോഴും വരാനോ കാണാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ കൂടെയില്ലെങ്കിലും ഇയാൾക്ക് അബദ്ധങ്ങളൊന്നും പറ്റരുതെന്ന് കരുതിയിട്ടാ ഞാനിങ്ങനെ ഞാൻ ഇറങ്ങുക. ശങ്കർ, എന്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. എന്തായി തന്റെ വീട്ടിലെ പ്രശ്നം? എന്റെ വീട്ടിലോ? അവിടെ എന്താ പ്രശ്നം? ഇയാളെന്താ അങ്ങനെ ചോദിച്ചേ? അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇയാളുടെ അമ്മ എന്തിനാ എന്നെ കാണാൻ ഇവിടെ വന്നത്? അത് ഇയാള് പറഞ്ഞിട്ടല്ലേ? എന്റെ അമ്മ ഇവിടെ വന്നോ? എന്തിനാ ശങ്കർ ഇയാൾ എന്റെ മുമ്പിൽ ഒന്നും അറിയാത്തതുപോലെ പൊട്ടം കളിക്കുന്നത്? എന്റെ കാര്യവും പറഞ്ഞ് താൻ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? മകന് വേണ്ടി ഒരു കോംപ്രമൈസിന് തയ്യാറായി തന്റെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അല്ല മാഷേ, ഞാൻ എപ്പോഴെങ്കിലും ഇയാളെ ഇഷ്ടമാണെന്നോ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ താൻ എന്തിനാ അമ്മയോട് ആവശ്യമില്ലാത്ത നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്? അമ്മയോട് എന്താ പറഞ്ഞത്? കല്യാണത്തിന് സമ്മതിക്കാം, പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. തന്റെ ഭാര്യയായി എനിക്ക് ആ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ എന്റെ അമ്മാളുനെ മറക്കണമെന്ന്, അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കണമെന്ന്. ഒരിക്കലും ഗൗരിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് തനിക്കറിയാവല്ലോ. അത് ഞാൻ അമ്മയോടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ ശങ്കർ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇയാളുടെ അമ്മയെ വിഷമിപ്പിക്കുന്നത്?
അങ്ങനെ വാശി പിടിച്ച് സ്വന്തമാക്കാൻ ഈ ഗൗരിക്ക് എന്താ ഉള്ളത്? വിട്ടേക്ക് മാഷേ. എങ്ങനെങ്കിലും ഞാനൊന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ, പ്ലീസ്. എന്നോട് അവിടെ പോകരുതെന്ന് പറഞ്ഞ് വിലക്കിയ ആള് പിന്നെന്തിനാ അവളെ കാണാൻ വേണ്ടിട്ട് അവിടെ ചെന്നത്? ഓഹോ, അപ്പോ അതിനു മുമ്പ് ന്യൂസിങ് എത്തിയോ? പരസ്പരം കണ്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പപ്പ അറിയുന്നുണ്ട് നീ, അല്ലേ? അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഞാനും ഗൗരിയും തമ്മിൽ അങ്ങനെ വിളിയും പറച്ചിലൊന്നും ഇല്ല. പിന്നെ ഇന്ന് അമ്മ അവിടെ ചെന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചിരുന്നു. അത് ഞാനിവിടെ അവക്ക് വേണ്ടി അമ്മയോട് സമരം തുടങ്ങിയൊന്ന് പേടിച്ചിട്ട് വിളിച്ചതാ. അങ്ങനെ തോന്നാൻ സമരം ചെയ്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ പറ്റുമെന്ന് നീ അവൾക്ക് വാക്കു കൊടുത്തിരുന്നോ? എന്റെ മോന്റെ മനസ്സിനെ ഇത്രയേറെ സ്വാധീനിച്ച പെണ്ണല്ലേ. നിനക്ക് അത്രമേൽ ഇഷ്ടം തോന്നാനുള്ള കാര്യം അന്വേഷിച്ചു പോയതാ ഞാൻ. ഓ അങ്ങനെ. എന്നിട്ട് എന്ത് തോന്നി അവളെ കണ്ട് സംസാരിച്ചപ്പോ? അവക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ അളവൊക്കെ കൃത്യമായിട്ട് കുറിച്ചെടുത്തോണ്ട് പോകുന്നല്ലോ അല്ലേ? നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നീ ഈ പറയുന്ന ഇഷ്ടവും സ്നേഹവും ഒന്നും അവൾക്ക് നിന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നില്ല. കാരണം ചെന്ന് കണ്ട ഉടനെ അമ്മ അവളോട് ആവശ്യപ്പെട്ടത് അതാണല്ലോ. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വന്ന മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ലേ? ഗൗരിയെ കുറിച്ച് ഉരുക്കുവിന് ഒന്നും അറിയില്ല. അതാ അവളോട് അങ്ങനെ ചോദിക്കാൻ തോന്നിയത്. അമ്മേ, ആ കുഞ്ഞ് അവളുടെ ആരാണെന്ന് അറിയാമോ? അവൾ അതിനെ എങ്ങനെ വളർത്തിയെന്ന് അമ്മയ്ക്ക് അറിയാമോ? എങ്ങനെ വളർത്തിന്ന് പറഞ്ഞിട്ട് എന്താടാ? ഇപ്പോ അതവളുടെ കൂടെ ഇല്ലല്ലോ, പിന്നെന്താ? അതാണമ്മേ അവളുടെ ഭാഗ്യക്കേട്. എങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചാലും ദൈവം അവൾക്ക് സന്തോഷവും സമാധാനവും ഒന്നും കൊടുക്കില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ദുഃഖമോ ദുരന്തമോ കൊടുത്തിരിക്കും ഈശ്വരൻ. അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ പാവത്തിന്റെ വിധി അതായി പോയി. ആ കൂട്ടത്തിൽ എന്റെ അമ്മ കൂടി അവളെ സങ്കടപ്പെടുത്താനായിട്ട് അവിടെ പോകേണ്ടിയിരുന്നില്ല. ഞാൻ അവളെ സങ്കടപ്പെടുത്താൻ പോയതൊന്നുമല്ല. എന്റെ മോൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ആ രീതിയിലൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. അവളോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല. പക്ഷേ ആകെ ഒരു കാര്യമേ ഞാൻ അവളോട് ആവശ്യപ്പെട്ടുള്ളൂ. നിന്റെ ജീവിതത്തിലേക്ക് അവൾ വരികയാണെങ്കിൽ ആ കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന്. അതിനവൾ തയ്യാറാണെങ്കിൽ പറഞ്ഞു, എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ആ കുഞ്ഞിനെ ഒഴിവാക്കുമെങ്കിൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഇനി എന്തു വേണമെന്ന് അവൾ തീരുമാനിക്കട്ടെ. ജോസൂട്ടി, ജോസൂട്ടി, ജോസൂട്ടി. എന്താ അനിമോളെ?
ആരോ ഒരാൾ ആളോ? എവിടെ? നീ എവിടെ കണ്ടത്? ഇവിടെ ഇവിടെ എവിടെയോ ഒരു നിഴലനക്കം പോലെ. ഞാൻ അപ്പച്ചനെ വിളിക്കട്ടെ? ഏയ് വേണ്ട വേണ്ട, ആരെ വിളിക്കണ്ട. നീ എന്നെ എഴുന്നേപ്പിക്ക്. എന്തിനാ ജോസൂട്ടി? വേണ്ട, എഴുന്നേക്കണ്ട. വേണം, ഞാൻ പറയുന്ന കേക്ക്. ജോസൂട്ടിച്ചായ, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എത്രയിടത്ത് അന്വേഷിച്ച് ആളെ വിട്ടു. ജോസൂട്ടിച്ചാനെ പണി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മുതല് ഞാൻ മുങ്ങിയതാ. അവന്റെ ആളുകൾ എന്റെ പിന്നാലെയുണ്ട്. വീട്ടുകാരെയൊക്കെ നാഗർകോവിലേക്ക് മാറ്റിയേക്കുക അച്ചായ. ആ കുഞ്ഞവിടെ? അത് പറയാനാ ഞാൻ വന്നത്. കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു മാർഗവുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിവിടുത്തെ അനാഥാലയത്തിലെ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ്റെ ഭാര്യയുടെ ബന്ധുവല്ലേ അച്ഛൻ. ഞാൻ ഫ്രാൻസിസ് അച്ഛനോട് ഇതാരുടെ കുഞ്ഞാണെന്നും എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛായ? ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ നാഗർകോവിലിന് പോയേനെ. ഈ ഒരു അച്ഛനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാ തങ്ങിയത്. ഇനി കുറച്ചു നാളത്തേക്ക് ഞാൻ ഇങ്ങോട്ടില്ല. ഇവിടെ ഒന്നും ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. വേണ്ട, നീ ഇനി വിളിക്കണ്ട. വേഗം രക്ഷപ്പെടാൻ നോക്ക്. വേഗം പോടാ. ശരി അച്ഛായ. നീ ആരോ കണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു അത് ഷൺമുഖമായിരിക്കുമെന്ന്. അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. അതാ ഞാൻ കുഞ്ഞിനെ അവനെ ഏൽപ്പിച്ചത്. അളിയന്റെ കുഞ്ഞ് ഫ്രാൻസിസ് അച്ഛൻ്റെ അടുത്തുണ്ട്. നീ അച്ഛനൊന്ന് വിളിക്കേ. ഇന്നിനി വേണ്ട ജോസൂട്ടി. മോൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞല്ലോ. രാവിലെ തന്നെ ഞാൻ പൊയ്ക്കോളാം. അത് മതി. എന്തായാലും എന്റെ ഇച്ചായന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയല്ലോ. കർത്താവേ, എനിക്ക് സമാധാനമായി. വേണ്ട, പ്രാഞ്ചി അച്ഛൻ എന്നോട് ഒളിക്കാൻ നോക്കുക. എന്റെ ഇച്ചായന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറ, എവിടെയാ മോള്? പറ പ്രാഞ്ചേച്ച. അനിമോളെ, അങ്ങനെ ഒരു കുഞ്ഞിനെ ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കള്ളം, കള്ളോ പ്രാഞ്ചേച്ചൻ ഇപ്പൊ ഈ പറയുന്നത്? ഇത് നോക്ക്, ഒരു വൈദികനായിട്ടാ ഇപ്പൊ പ്രാഞ്ചേച്ചൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് മറക്കണ്ട. ഷൺമുഖൻ ജോസൂട്ടിയോട് ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ ആ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. പ്രാഞ്ചേച്ചി ഒന്ന് നിന്നേ. ഇനി സത്യം ചെയ്ത് പറഞ്ഞേ. പ്രാഞ്ചേച്ചന്റെ അനിമോളാണ് സത്യം. ആ കുഞ്ഞിനെ അച്ഛൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞേ. എന്റെ കർത്താവേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പോ ആ കുഞ്ഞ് എവിടെയാണെന്ന് അച്ഛൻ അറിയാം അല്ലേ? ആ, അറിയാം. ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കാൻ നടക്കുന്നത്? അതെന്റെ ഇച്ചായന്റെ കുഞ്ഞായതുകൊണ്ട്. ആ, അത് അവന്റേത് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ അതിനെ ഏറ്റെടുത്തത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ജോസഫോ രാഹേലോ ഇതൊന്നും അറിയാൻ ഇടയാകരുത്. പൊയ്ക്കോ. ഇല്ല,
അങ്ങനെ ഞാൻ പോവില്ല. എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം. ഏയ്, അതൊന്നും പറ്റില്ല. അനിമോളെ, നീ വെറുതെ വാശി പിടിക്കാതെ പോകാൻ നോക്ക്. ഇല്ല, അതിനെ ഞാൻ കണ്ടിട്ടേ പോവൂ. പ്രാഞ്ചേച്ചൻ എന്തിനാ എല്ലാം എന്നിൽ നിന്ന് ഒളിക്കുന്നത്? എന്നോട് എന്താ അച്ഛന് സത്യം പറഞ്ഞ? അനിമോളെ, ആ കുഞ്ഞിപ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ടാ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്കു കുഞ്ഞെ. ഇവിടെ ഇല്ലാതെ പറ അച്ഛോ. പിന്നെ അത് എവിടെയുള്ളത്? അത് അനിമോളെ, ഞാൻ അതിന്റെ അവകാശികളുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാരാ അങ്ങനെ ഒരു അവകാശി? ഞാൻ അറിയുന്ന അങ്ങനെ ഒരു അവകാശി ഗൗരിയാ. അവളുടെ കയ്യിൽ ഇതുവരെ ആ കുഞ്ഞ് തിരിച്ചെത്തിയിട്ടില്ല. പിന്നെ അവകാശി ഞങ്ങളാ. ഇതൊന്നും അല്ലാതെ വേറെ ഏത് അവകാശിയുടെ കയ്യിലാ കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത്? അന്നിക്കുട്ടി, നീ ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നിന്നോട് പ്രാഞ്ചേച്ചന് കള്ളം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാം. ഗൗരിയേക്കാളോ നിന്നെക്കാളോ കൂടുതൽ അവകാശമുള്ള ഒരാളുടെ കയ്യിലാ ഞാനതിനെ ഏൽപ്പിച്ചത്. നിന്റെ ഇച്ഛായന്റെ കയ്യിൽ. ഇച്ഛായന്റെ കയ്യിലോ? അതെങ്ങനെ? അതെ, കഴിഞ്ഞ 2-3 ദിവസമായി അജു മോൻ നാട്ടിലുണ്ട്. കുഞ്ഞിനെ കാണാതായി വിവരമറിഞ്ഞ് വന്നതാവൻ. ഷമ്മുഖൻ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചതിന്റെ 2ാം നാൾ അവൻ എന്നെ കാണാനോടെ വന്നിരുന്നു. അപ്പൊ ഞാൻ അവനോട് കുഞ്ഞിനെ ഷമ്മുഖൻ എന്നെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അവൻ ആ കുഞ്ഞിനെ കിട്ടിയേ അടങ്ങൂന്നായി. അവന്റെ സങ്കടം എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ മറ്റൊന്നും നോക്കിയില്ല. സത്യമാണോ പ്രാഞ്ചേച്ചൻ ഈ പറയുന്നത്? ഇച്ചായ നാട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങളെ കാണാൻ വരാത്തത് എന്താ? അതിനൊക്കെ കാരണങ്ങളുണ്ട് കുഞ്ഞെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ നാട്ടിൽ വന്നെന്ന് അറിഞ്ഞാൽ ആ പൂക്കാടനും മക്കളും പ്രശ്നമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചെന്നിരിക്കും. ഒരുപക്ഷെ കുഞ്ഞിനെ അവന് കിട്ടിയില്ലായിരുന്നെങ്കിൽ അതിനെ അന്വേഷിച്ച് അവൻ അവിടെ ചെന്നേ. ഇപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കുഞ്ഞുമായി അവൻ കുറച്ചുനാൾ സ്വസ്ഥമായി കഴിയട്ടെ. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെ വന്നാൽ അത് അവരെ ആയിരിക്കും ബാധിക്കുന്നത്. ജോസൂട്ടിയുടെ അമ്മച്ചി വിളിച്ചിരുന്നു. അവിടെ വസ്തുവിന്റെ കച്ചവടത്തിന് ഏതോ പാർട്ടികൾ ഈ ആഴ്ച വരുമത്രേ. അതിനുവേണ്ടി നിൽക്കുകയാണെന്നാ പറഞ്ഞത്. അത് വെറുതെയാ. അതുകൊണ്ടാ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തെന്നിയും തെറിച്ച് നിൽക്കുന്നത്. സ്വന്തം അപ്പനും അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രയോജനമുണ്ടെന്ന് കണ്ടാലേ മക്കളെ പോലും തിരിഞ്ഞു നോക്കൂ. ആശുപത്രിയിൽ വന്ന് പേരിനൊന്നും തല കാണിച്ചിട്ട് പോയെന്നല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ടും. അവരുടെ വാക്ക് കേട്ടിട്ടാണല്ലോ ഞാൻ നിങ്ങളൊക്കെ ഇതുവരെ ദ്രോഹിച്ചെന്ന് ആലോചിക്കുമ്പോഴാ. എന്നും ഞാൻ ഇതേപോലെ കിടക്കില്ലല്ലോ അല്ലേ? ഇവിടെ നിന്ന് ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ട വേണ്ട, നീ ഇനി ഞങ്ങളെ പ്രതി ഒന്നിനും പോകണ്ട. വിതയ്ക്കുന്നതേ കൊയ്യൂ ജോസൂട്ടി. നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം ഈ ജന്മത്തിൽ. ദേ, ഇപ്പൊ അനിതയ്ക്കും ഞങ്ങൾക്കൊക്കെ നിന്നിലൊരു പ്രതീക്ഷയുണ്ട്. ഒന്നിന്റെയും പേരിൽ നീ അത് കളഞ്ഞു കുളിക്കാൻ നിന്നേക്കരുത്. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നടി പെണ്ണേ? ഒരുത്തിനിവിടെ വയ്യാതെ കിടക്കാണെന്ന് അറിയില്ലേ നിനക്ക്? പള്ളിയിൽ പോയിട്ട് എന്തായത്? ഫ്രാൻസിസ് അച്ഛനെ കണ്ടോ? എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? കുഞ്ഞിനെ കണ്ടോ നീ? ഇല്ല ജോസൂട്ടി, അങ്ങനൊരു കുഞ്ഞിനെ അവിടെ കിട്ടിയില്ലെന്നാ പ്രാഞ്ചേച്ചൻ പറഞ്ഞത്. കിട്ടിയില്ലെന്നോ?
പിന്നെ ആ കുഞ്ഞ് എവിടെ പോയി? അച്ഛനെ ഏൽപ്പിച്ചെന്നാണല്ലോ ഷൺമുഖം എന്നോട് പറഞ്ഞത്. അതെ, പക്ഷെ പ്രാഞ്ചേച്ചൻ പറയുന്നത് ആരും അച്ഛന്റെ അടുത്ത് അങ്ങനെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാ. ഛെ, അതെന്താ അങ്ങനെ? ഷൺമുഖൻ കള്ളം പറയുന്നവനല്ല. ഇനി അവന് ആള് മാറിപ്പോയതാണോ? അതോ ഇനി അവൻ വല്ല കളിയും കളിക്കുന്നതാണോ? ഛെ, ഒന്ന് വിളിച്ചു ചോദിക്കാൻ അവന്റെ നമ്പറും കയ്യിലില്ലാണ്ടായി പോയി. ചിലപ്പോ അവൻ ആള് മാറിയതായിരിക്കും ജോസൂട്ടി. ഇവിടുത്തെ മറ്റ് അനാഥാലയങ്ങളിലൊക്കെ പ്രാഞ്ചേച്ചനായിട്ടൊന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും. ജോസൂട്ടി വിഷമിക്കണ്ട.